നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാ CCTV പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണാശംസകൾ നേരെയാണ്. ഇന്ന് നമ്മോടൊപ്പം കുറച്ച് ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ ഓണപ്പാട്ടുകളൊക്കെ ആയിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു കൊച്ചു ഗായകനാണ് ഋതു കൃഷ്ണ. നമസ്കാരം. നമസ്കാരം. ഓണൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓണൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? മുടക്കായ കാരണം കൂട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെ ഒക്കെ ഓണാഘോഷിക്കുകയാണ്. ഓണം കളിച്ച് രാവിലെ എണീറ്റ് നേരത്തെ കളിക്കാനൊക്കെ പോവോ? എങ്ങനെ മാമന്റെ വീട്ടിലൊക്കെയാണോ ഓണം ആഘോഷിക്കാറ്? മാമന്റെ വീട്ടില് കുറെ പിള്ളേരുണ്ട് കളിക്കാൻ. പോവാറുണ്ട് കളിക്കാൻ. നമ്മുടെ CCTVയില് ദേശഭക്തി ഗാനത്തിന് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ നമ്മൾ അന്ന് എടുത്ത ഒരു വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടിരുന്നോ? കമന്റ്സ് ഒക്കെ കണ്ടിരുന്നോ? എങ്ങനെയാണോ അതൊക്കെ കണ്ടോ? അടുത്തുള്ള വീട്ടുകാരൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? അതെല്ലേ. എങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണോ? പാട്ടിങ്ങനെ എപ്പോഴും ഇങ്ങനെ കേട്ടിരിക്കോ പാട്ടൊക്കെ? അതെല്ലേ. എന്നെ വീട്ടിൽ ആരൊക്കെ പാട്ട് പാടാ? അച്ഛനമ്മയൊക്കെ പാട്ട് പാടോ? പാടില്ലേ. അപ്പൊ അങ്ങനെ ഇങ്ങനെ എങ്ങനെയാ പഠിക്കാനൊക്കെ പോവാറുണ്ടോ? ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് അല്ലേ. എവിടെയാണ് പാട്ട് പഠിക്കാനായിട്ട് പോവാറ്? പന്നിത്തടല്ലേ. മാഷിന്റെ പേര്? ബിന്ദു ടീച്ചർ. ഭയങ്കര സപ്പോർട്ടാണ് കാര്യങ്ങൾക്കൊക്കെ. സ്കൂളിലൊക്കെ പാട്ട് പാടുമ്പോ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? കലോത്സവങ്ങളിലൊക്കെ പോവാറുണ്ട്. അതെല്ലേ. നമ്മുടെ CCTV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഓണപ്പാട്ട് ഒന്ന് പാടിയാലോ? ഏത് പാട്ടാ പാടാൻ പോണത്? പാടാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. സൂപ്പറായിട്ടുണ്ട് അല്ലേ? അപ്പോ ഈ ഓണപ്പാട്ടുകളൊക്കെ നമ്മള് ചെറുപ്പം തൊട്ടേ കേട്ടാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. ഈ ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ഇഷ്ടാണോ? ഇഷ്ടാണ് അല്ലേ. ഋതുവിനെ ആരുടെ പാട്ടാണ് കൂടുതൽ കേൾക്കാനായിട്ട് ഇഷ്ടം? യേശുദാസിന്റെ പാട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ CCTV പ്രേക്ഷകർക്കായിട്ട് ഒരു 2 വരി യേശുദാസ് സാറിന്റെ ഒരു പാട്ടായാലോ? ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും വാരിളം തെന്നലേ പൊൻപരാഗമിളകും വാരിളം പൂക്കളെ നാമുണരുമ്പോൾ രാവലിയുമ്പോൾ ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. അസലായിട്ടുണ്ട്. ഇതെങ്ങനെ ഈ പാട്ട് നമ്മൾ കേട്ട് പഠിക്കുക ചെയ്യാറ്? ഇത് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കയോ? എപ്പോഴും കേൾക്കാറുണ്ട്. എപ്പോഴും വേഗം പാട്ട് കേട്ടപ്പോ തന്നെ പഠിക്കണ കൂട്ടത്തിലാണോ? അതെല്ലേ. ഇഷ്ടാണ് അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയും അച്ഛനും ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ പാടാറുണ്ടോ? ആരാണ് പാട്ടിനെ എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുള്ളത്? അച്ഛനും അമ്മയൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലേ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? കുന്നംകുളം ബോയ്സ് സ്കൂളില്. എത്രയിലാണ് പഠിക്കണത്? 8ാം ക്ലാസ്. കലോത്സവങ്ങളിലൊക്കെ പോവാറുണ്ടോ? എത്ര വർഷമായി കലോത്സവങ്ങളിലൊക്കെ പോയി തുടങ്ങിയിട്ട്? 4 വർഷമായില്ലേ. ഓക്കെ. ഏതൊക്കെ ഐറ്റംസിനെ പങ്കെടുക്കാറ്? ഒരുവിധം എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാറുണ്ടോ? ഉണ്ട് അല്ലേ. ഏതിനൊക്കെയാ? ഗാനാലാപനം, പിന്നെ സംഘഗാനം, സംസ്കൃത ഗാനം, ദേശഭക്തി ഗാനം, നാടൻപാട്ട്. ബോയ്സിൽ തന്നെയാണോ 1ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളത്? അല്ല, അടുപ്പുട്ടിയിലായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അടുപ്പുട്ടിയിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ 8ാം ക്ലാസ്സില് ബോയ്സിലേക്ക് ചേർന്നത്. അടുപ്പുട്ടിന്നാണ് ആദ്യം കലോത്സവങ്ങളിലൊക്കെ പോയി തുടങ്ങിയത് അല്ലേ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ കലോത്സവങ്ങളിലൊക്കെ പോയി തുടങ്ങിയത്? 5ാം ക്ലാസ്സിൽ. 5ൽ പഠിക്കുമ്പോലെ. ആദ്യമായിട്ട് കലോത്സവത്തിൽ പോയപ്പോ എങ്ങനെയാണ് ഇത് ഫീൽ ആയത്? എങ്ങനെയാണ് ഫീൽ ചെയ്തത്?
മുന്നേ ചേരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചേർന്നപ്പോ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ പേടിയായിരുന്നു, ഇപ്പൊ പേടിയൊക്കെ പോയി. ഇപ്പൊക്കെ പേടിയൊക്കെ പോയില്ലേ? ആദ്യമായിട്ട് ചേർന്ന ഐറ്റം ഏതായിരുന്നു കലോത്സവത്തിന്? ചേർന്നത് ഗാനാലാപനം. ഗാനാലാപനത്തിനായിരുന്നു അല്ലെ? ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണ്. സ്കൂളിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിട്ടുള്ള ടീച്ചർ ഏതായിരുന്നു? ഷൈജ ടീച്ചർ. ഷൈജ ടീച്ചർ ആയിരുന്നു അല്ലെ? എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ പാട്ടിനും എല്ലാത്തിനും കൊണ്ടുപോയും പാരന്റ്സിന്റെ ഒപ്പം ഒക്കെ പറഞ്ഞ് എല്ലാത്തിനും കൂടെ നടക്കുന്ന ടീച്ചറാണ് അല്ലേ? അതെ. സിനിമ സോങ്സ് അല്ലാതെ ഏതാണ് വേറെ സോങ്സ് ഒക്കെ ഏതാ ഇഷ്ടം? നാടൻ പാട്ട് ഇഷ്ടമാണ്. നാടൻ പാട്ട് കേൾക്കാനും പാടാനും ഒക്കെ ഇഷ്ടമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് പാടാൻ പറ്റും? പാടാം. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിടം ഇതെങ്ങു പോയി, കാലമതിക്കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ, കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണ്, മേലെ കണ്ടത്തിൽ വിട്ടേറിയാനായി നേരം പുലർക്കാലെ പോയതാണ്, ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടമ്മ, ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടമ്മ ഇതെങ്ങു പോയി, ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടമ്മ ഇതെങ്ങു പോയി, ഉണ്ണിടമ്മ ഇതെങ്ങു പോയി, ഉണ്ണിടമ്മ ഇതെങ്ങു പോയി. നന്നായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കുറച്ചും കൂടി ഒരു ഓണൊക്കെയാണ്, അപ്പൊ കുറച്ചും കൂടി ഹാപ്പിനെസ് ആയിട്ടുള്ള, കുറച്ചും കൂടി സന്തോഷം പകരുന്ന ഒരു നാടൻ പാട്ട്. പായ വിരിച്ച് പായലൊരു പറന്നെല്ലു പളന്ന് കാതുകുത്താനിപ്പവരും അന്തമ്മാവന്മാര് പൊന്നേ, കാതുകുത്താനിപ്പവരും അന്തമ്മാവന്മാര് പൊന്നേ, ആ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അറിയാവുന്ന ഒരു അടിച്ചുപൊളി നല്ലൊരു പാട്ട് പാടാം. കാവലായി ചേകവരുണ്ടോ, ആശയായി നാളമുന്നുണ്ടോ, കാടും നീ കരയും കാക്കും വീരനേതോ, ചെഞ്ചിറയിൽ നൊന്തു പിടയ്ക്കും വൺകുരുവിൻ വീറും നോവും, ആറ്റുവാൻ രാവിലേറും സൂര്യനേതോ, വെയിലിതിൽ മണ്ണുരുകുമ്പോ മാരിയാൽ വെൺതകരുമ്പോൾ ചില്ലകൾ ചേർത്തു വിരിക്കും ആശയമേതോ, നാടുവാഴും രാജാവേതോ, വാളുയർത്താൻ കൈയുണ്ടോ, നിനവുണ്ടോ നെഞ്ചുണ്ടോ, കനവുണ്ടോ തീയുണ്ടോ, ഒരു ദേശമാകെ ഇന്നൊന്നാകണം, അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൽ കീഴേ ഇന്നൊന്നാകണം. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് റാപ്പ് സോങ്ങുകളൊക്കെ. റാപ്പ് സോങ്ങുകളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടല്ലേ? ഇഷ്ടമാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അറിയാവുന്ന ഒരു റാപ്പ് സോങ് പാടിയാലോ? രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 രേ രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 രേ, ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി
മയക്കി എണ്ണ കറുമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണ കറുമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ. ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരൽ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും നിന്റെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം പിറന്നതോ. ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മർദ്ദയോ രാത്രി കിണവ് കാണാൻ ആസയല്ലേ വീണ വെറുതെയോ വെന്ത് ചാരമായി കിടന്ന് നിന്ന് വീണ സ്പർവയോ. റാപ്പ് സോളൊക്കെ എങ്ങനെ, അതായത് നമുക്ക് പഠിക്കാനൊക്കെ കേൾക്കാനും പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പൊ അത് എങ്ങനെ കേട്ട് 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 തന്നെ പഠിക്കാറ്? ഇഷ്ടം കൊണ്ട് അങ്ങനെ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? എല്ലാ റാപ്പ് സോങ്ങും ഒരുവിധം കേൾക്കാറുണ്ടോ? ഏത് പാട്ടാണ് കൂടുതൽ കേൾക്കാനായിട്ട് ഇഷ്ടം? മലയാളമാണോ, ഹിന്ദിയാണോ, ഇംഗ്ലീഷ് ആണോ, എങ്ങനത്തെയാണ്? മലയാളം പാട്ടുകളാണ് കൂടുതൽ കേൾക്കാനായിട്ട് ഇഷ്ടമല്ലേ? വേഗം ഗ്രാസ്പ് ചെയ്യണ കൂട്ടത്തിലാണ്. സിനിമ കാണാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? ഇപ്പോ ഏറ്റവും ഇറങ്ങിയ സിനിമ ഏതാ കണ്ടത്? നരിവേട്ടത്തെ പാട്ട് അറിയോ? എന്നാ ഒന്ന് പാടിയാലോ നമുക്ക്. ഈറമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ നാമെല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിട വിണ്ണതിൽ പോലൊഴുകിട മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മരിവിലാണു നീ. ആരുടെ സിനിമയാണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ഇഷ്ടം? മോഹൻലാലിന്റെ സിനിമ കൂടുതലും കാണാറായിട്ടുള്ളത് അല്ലേ? മോഹൻലാലിന്റെ സിനിമയത്തെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. നമ്മള് എപ്പോഴും മൂളിപ്പാട്ട് പാടി നടക്കുന്ന ഒരു 1-2 പാട്ടുകൾ പാടിയാലോ നമുക്ക്? എന്നാണു നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ ഓളങ്ങളിൽ കാലങ്ങളായി കൈകോർത്തു നാമെന്നും നന്മാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോട് കണ്ണായിടാം. പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടു പൊന്നോ എന്നൊരു വിളിയും കേട്ടു. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കേണൊരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു അപ്പൻ തന്നല്ലേ പറയാറുള്ളു. ആയ കഥ കേട്ട് കരയരുതേ പൊന്നേ ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. അന്നൊരു വെറുതെ മാസം കള്ളക്കാറ് കിടകം തിന്നാനു കുടിക്കാനൊരിയാത്ത കാലം നീ അന്നു നീന്തി നടക്കണ കാലം അടിവച്ചു വീണ കരയണ പ്രായം വറുതിക്കിതപ്പ് കലപ്പിച്ചമ്പ്രാൻ ഉണ്ണീടമ്മനെ കരുനിർത്താം
ഉണ്ണീടമ്മനെ കരുനറുത്താം. ഫീൽ ഗുഡ് സോങ്സ് ആണ് കൂടുതലും കേൾക്കാനായിട്ട് ഇഷ്ടമല്ലേ? അങ്ങനെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഫീൽ ഗുഡ് സോങ്സും ഉണ്ണിയുടെ കയ്യിലുണ്ട്. അപ്പൊ എന്താണ് കൂടുതൽ ഇങ്ങനെ ഫീൽ ഗുഡ് സോങ്സ് തന്നെ കേൾക്കാനായിട്ട് ഇഷ്ടം തോന്നാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല, അത് കേൾക്കുമ്പോ നല്ല വിഷമൊക്കെ വരും. ഋതുവിന്റെ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ എനിക്കും പാടാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് പാട്ട് പാടാനായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ വലുതായിട്ട് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ CCTV പ്രേക്ഷകർക്കായിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പാടിയാലോ? ഏതാ പാടുക? ആരാധിക പാടാം. ഓക്കെ, ഒരുമിച്ച് തുടങ്ങാം നമുക്ക്. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയെ നീങ്ങു പോകിലും അകലേക്കുമായിലും ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാതുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ. കുഴപ്പമില്ലാണ്ട് നമ്മൾ പാടി ഒപ്പിച്ചൂലേ? അതെ, നമ്മള് വിചാരിച്ചേക്കാളും ഞാൻ സൂപ്പറായിട്ട് പാടിയില്ലേ? വിചാരിച്ചേക്കാളും നമ്മള് അടിപൊളിയായിട്ട് അങ്ങോട്ട് പാടി എത്തിച്ചിട്ടുണ്ട്. ഋതു നന്നായി പാടുന്നുണ്ട്. ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നാടിനും നാട്ടുകാർക്കും പഠിച്ച സ്കൂളിനൊക്കെ വലിയൊരു അഭിമാനമായിട്ട് തന്നെ മാറട്ടെ. കാരണം അതിനുള്ള നല്ല കഴിവും കാപ്പബിലിറ്റിയും ഋതുവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരും. പുതിയ പുതിയ അവസരങ്ങൾ തേടി പോവുക. എല്ലാ അവസരങ്ങളൊന്നും നമ്മളെ തേടി വരില്ല, നമ്മളാണ് അവസരങ്ങളെയൊക്കെ തേടി പോകേണ്ടത്. അപ്പൊ അവസരങ്ങളെ തേടി പോവുക, വലിയ വലിയ നിലയിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. CCTVയുടെ എല്ലാവിധ സപ്പോർട്ടും ഋതുവിനുണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ഭാവി ഞങ്ങൾ ആശംസിക്കുകയാണ്. നമ്മുടെ CCTV പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഓണാശംസിക്കാം. CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.